എന്റെ ചെറുപ്പകാലത്ത് ചിതറ ഹയർ സെക്കൻഡറി സ്കൂൾ, അന്നത്തെ ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂളിൽ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ, ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2 കിലോമീറ്റർ നടക്കണം. 2-2.5 കിലോമീറ്റർ നടക്കണം. അതിനുശേഷം ബസ്സിൽ കയറി 3-4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ സ്കൂളെത്തി. എന്നാൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കി വീടിന്റെ അവിടെ നിന്ന് നേരെ പാടപരമ്പ് വഴി വെച്ചു പിടിച്ചാൽ 4-5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ സ്കൂളിലെത്തും. അതായിരുന്നു അന്നത്തെ യാത്ര. അതായത് ബസ് യാത്ര എന്നത് വളരെ അപൂർവമാണ്. അതുപോലെ ഈ പെരിങ്ങാട് പ്രദേശത്തുള്ളവർക്ക് തൊട്ടടുത്ത ആശുപത്രിയായിട്ടുള്ള കടക്കൽ ആശുപത്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4-5 കിലോമീറ്ററോളം നടക്കണം ആദ്യം. പിന്നെ അടുത്ത ഒരു 5 കിലോമീറ്റർ ബസ്സിൽ പോകാം. ഇതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. അന്നത്തെ ബസ് സർവീസ് എന്ന് പറയുന്നത് ഏറ്റവും രസകരമാണ്. KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട്. KSRTC ഇവിടെ കൈ കാണിച്ചാൽ അപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തും, അതിന്റെ പിന്നാലെ ഓടണം. അങ്ങനെ ഓടി ഫുട്ബോളിന്റെ അവിടെ എത്തുമ്പോഴേക്കും കണ്ടക്ടർ ഡബിൾ അടിച്ചിട്ടുണ്ടാവും, ആ വണ്ടി വിട്ടുപോകും. നാണം കെട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും. ആളെവിടെയാണോ നിൽക്കുന്നത് അവിടെ ബസ് നിർത്താതെ ദൂരെ മാറി നിർത്തും. പിന്നെ പിന്നാലെ വരുന്ന പ്രൈവറ്റ് ബസ്സാണ് നമുക്ക് ആശ്രയം. ഈ പ്രൈവറ്റ് ബസ് ആകട്ടെ നിറയെ ആളുമായാണ് വരുന്നത്. KSRTC ബസ്സിൽ ആളുണ്ടാവില്ല. അതായിരുന്നു അന്നത്തെ അവസ്ഥ. അന്നും ഇന്നും പ്രൈവറ്റ് ബസ്സുകൾക്ക് നമുക്കറിയാം നല്ല ടാക്സാണ്, നികുതി വളരെ കൂടുതലാണ്. ഇന്ന് ഒരു വ്യത്യാസമുള്ളത് ഓരോ മിനിറ്റ് ഇടപെട്ട് ഫെയർ സ്റ്റേജ് ഉണ്ട് എന്നതാണ്. ആ ഫെയർ സ്റ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ മത്സര ഓട്ടമുണ്ട്. ആ മത്സര ഓട്ടത്തിനിടയിൽ തല്ലുണ്ട്, ബഹളമുണ്ട്, വഴക്കുകളുണ്ട്, കയ്യാങ്കളിയുണ്ട്. ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും തമ്മിൽ കയ്യാങ്കളിയുണ്ട്, മറ്റുള്ളവരുമായി കയ്യാങ്കളിയുണ്ട്. ഇതൊക്കെ വാസ്തവമാണ്. ഇതിനിടയിൽ KSRTC ബസ്സുകൾ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ അപകട പരമ്പര എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ KSRTC ബസ്സുകൾ ധാരാളം അപകടം ഉണ്ടാക്കി. ഈ അടുത്ത് കൊണ്ടോട്ടിയിൽ KSRTC ബസ് ഒരു അപകടം ഉണ്ടാക്കിയിട്ട് ആ അപകടം പ്രൈവറ്റ് ബസ്സിന്റെ പെരടിയിലേക്ക് വെച്ച് കിട്ടുന്നത് കണ്ടു. സന ബസ് പോകുമ്പോൾ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറാൻ പോകുമ്പോൾ അവിടെ ഒരു റൗണ്ട് പോട്ട് ഉണ്ടെന്നും ആ റൗണ്ട് പോട്ടിൽ തട്ടി ബസ് മറിയാനുണ്ടെന്നും ഒന്നും ചിന്തിക്കാതെ പാഞ്ഞുപോയി വാഹനം മറിഞ്ഞതും അവിടെ അപകടമുണ്ടായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് KSRTCന്റെ ഒരു ഗതി. അപ്പോ പൊതുഗതാഗത സംവിധാനം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള സംവിധാനം നിലവിലില്ല. ഒന്ന്, KSRTC മര്യാദയ്ക്ക് ഓടുന്നില്ല. എന്നാൽ KSRTC നമുക്ക് വേണം താനും. 2, പ്രൈവറ്റ് ബസ്സുകൾ മിനിറ്റുകൾ ഗ്യാപ്പ് വെച്ച് സമയം കൊടുക്കുന്നത് കൊണ്ട്, അവരുടെ പെർമിറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഈ ട്രാഫിക് ബ്ലോക്കും മറ്റ് പ്രയാസങ്ങളും കൊണ്ട് ഓടിയെത്താൻ കഴിയാതെ പ്രയാസങ്ങളാക്കാനെ. ഇതിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബഹളങ്ങളും വഴക്കുകളും തല്ലും ബഹളവും എല്ലാം തെരുവിൽ നടക്കുന്നത് വേറെ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കോഡൂരിൽ ഒരു സംഭവം നടക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ, കണ്ടക്ടർ അടക്കം അടിച്ച് വളരെ അപകടപ്പെടുത്തി. അവസാനം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷ എടുത്ത് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള ഒരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ വാർത്തയിൽ കേൾക്കുന്നത്. എന്നാൽ ഇന്ന് അതിനൊരു മറുവശമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിന്റെയൊക്കെ ഒരു വശമേ കേട്ടിട്ടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകൾ വലിയ രീതിയിൽ നികുതി കൊടുത്ത്, അതായത് സാധാരണഗതിയിലുള്ള ടാക്സ് അല്ല അവർക്ക് കൊടുക്കേണ്ടേ, ആ രീതിയിൽ നികുതി കൊടുത്ത് അവർ ഓടുമ്പോൾ ഈ ഡ്രൈവർമാർക്കും മറ്റുള്ളവർക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ഓണർമാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ തട്ടിക്കോളൂ, നിങ്ങളെ തടി രക്ഷപ്പെടുത്തിക്കോളൂ, നിങ്ങളെ തടി നിങ്ങൾ രക്ഷപ്പെടുത്തുക, വണ്ടി പോകുന്ന പൊയ്ക്കോട്ടെ എന്നതാണ് നിലപാട്. കാരണം അത്രത്തോളം മോശം അവസ്ഥയിലാണ് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അത് കാണാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് ഇത്രയധികം വിഷയങ്ങളും പ്രശ്നങ്ങളും വരുന്നത്, ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയാത്തത്. ഒരു സ്വകാര്യ ബസ്സിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞാൽ എല്ലാ ചെലവും കഴിച്ച് 200, 300, 500 രൂപ കിട്ടിയാൽ കിട്ടി എന്നതാണ് അവസ്ഥ. ഞാനോ നിങ്ങളോ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാലോ മറ്റെന്തെങ്കിലും പണി ചെയ്താലോ അതിലേറെ രൂപ ഉണ്ടാക്കുന്നുണ്ട്, മിച്ചം വയ്ക്കുന്നുണ്ട് എന്നത് വാസ്തവമല്ലേ? അപ്പോൾ ഒരു ക്രൈസിന്റെ പുറത്ത്, ഒരു അഭിമാനത്തിന്റെ പുറത്ത് ഇത് കൊണ്ടു നടക്കുന്നതാണ് എന്ന് സ്പഷ്ടമാണ് ഈ മത്സരത്തിനൊക്കെ ഇടയിൽ. അപ്പോൾ കോഡൂരിൽ നടന്ന സംഭവം നമ്മൾ ഒരു വശം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഒരു മറുവശം എന്റെ ഒരു പ്രേക്ഷകൻ എന്നെ അറിയിക്കുകയുണ്ടായി, ആ പ്രദേശത്തുള്ള ഒരു പ്രേക്ഷകൻ. സംഭവം ഇങ്ങനെയാണ്. നമ്മളൊക്കെ സ്വകാര്യ ബസ് ഓടിച്ച് ജീവിക്കുന്നു. ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആ യാത്രക്കാർ, അവർ മാത്രമാണ് തങ്ങളുടെ ഒരു വരുമാന മാർഗം എന്നത്. അവരെ മറ്റുള്ളവർ എടുത്തു പോയി കഴിഞ്ഞാൽ, സമാന്തര സർവീസ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക? അത് സാധ്യമാവില്ലല്ലോ എന്നാണ് പറയുന്നത്. അത് ശരിയാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കും.
ഇവിടെ ബസ് സ്റ്റോപ്പിൽ, കോഡൂർ ബസ് സ്റ്റോപ്പിൽ, മലപ്പുറത്തിനടുത്ത് കോഡൂർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാരെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എടുക്കുന്നു. തങ്ങളുടെ യാത്രക്കാരെ അത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി പാരലൽ സർവീസ് നടത്തുന്നത് ചോദ്യം ചെയ്ത കണ്ടക്ടറെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ തലയ്ക്കടിച്ച് പരിക്ക് ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല കണ്ടക്ടർക്ക് പരിക്കുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായും ഒരു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മർദ്ദിച്ചു കഴിഞ്ഞാൽ അതൊരു വൺ വേ ആയി കൊണ്ടുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനായാലും നിങ്ങളായാലും അടി അടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും, അത് സ്വാഭാവികം. അല്ലാതെ കൊണ്ടുകൊണ്ട് ഓക്കെ മാസലാമ, നിങ്ങൾ രണ്ടടി തന്നതിൽ സന്തോഷം, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഈ ഓട്ടോറിക്ഷക്കാരനാണ് കണ്ടക്ടറെ തച്ചതും തല അടിച്ചു പൊട്ടിച്ചതും, തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അത് ചോദിച്ച് തമ്മിൽ വീണ്ടും അടിയായി. ആ അടിയെല്ലാം കൊണ്ടുകൊണ്ട് പോയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പിന്നീട് കുഴഞ്ഞു വീണ് മരിച്ചത്. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ പുറത്തു വരുള്ളൂ. എന്നാൽ ഇതിനിടയിൽ ബസ് ഡ്രൈവർ, കണ്ടക്ടർ അതുപോലെ മറ്റുള്ളവരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് ഇനി അവരെ തൂക്കിക്കൊന്നേക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന മട്ടിൽ പ്രചരണം അഴിച്ചുവിടുകയും കേരളത്തിലെ മുഖ്യധാര ചാനലുകളും മറ്റു ചില മീഡിയകളും ഒക്കെ ഈ സ്വകാര്യ ബസ് ജീവനക്കാരെയും മറ്റും പൊങ്കാലയിടുന്നതും ഒക്കെ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം പണി മുടക്കിയാലുള്ള അവസ്ഥയാണ്. അവരുടെ ദുരന്തവും ദുരിതവും ആരും അറിയുന്നില്ല. സംഗതി എല്ലാ ഭാഗവും ക്ലിയർ അല്ല, നമുക്കറിയാം. അവരുടെ ഇടപെടലുകൾ ശരിയല്ല, വിദ്യാർത്ഥികളോടുള്ള ചിലരുടെ സമീപനം ശരിയല്ല, അതുപോലെ മറ്റ് ചില മേഖലകളിലുള്ള പെരുമാറ്റങ്ങൾ ശരിയല്ല, കാര്യമൊക്കെ ശരി. പക്ഷെ അതിനൊരു കാരണമുണ്ട്. ഒന്ന്, അവർക്ക് ഓടിയെത്താനുള്ള മതിയായ സമയമില്ല. പിന്നെ അവർ സ്വകാര്യ ബസ്സാണ് എന്നതുകൊണ്ട് തന്നെ അന്തംകെട്ട ടാക്സ്, അതിനുള്ള പണം ഓടിയെത്തണം. ഒരു വണ്ടി നിറയെ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് പോകാൻ അവർക്ക് മനസ്സില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അങ്ങനെ രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികളെ മാത്രം കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കയ്യിൽ നിന്ന് പണം ബസ്സിലേക്ക് ചെലവിലേക്ക് വെക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മൾ മലയാളികൾക്ക് മറ്റൊരു ശീലം കൂടിയുണ്ട്. ബസ്സിൽ സീറ്റില്ലെങ്കിൽ നമ്മൾ കയറില്ല. ഈ വിദ്യാർത്ഥികളെല്ലാം കയറി 1 രൂപ 2 രൂപ 5 രൂപയ്ക്ക് സീറ്റ് കൈയടക്കി ഇരുന്ന് കഴിഞ്ഞാൽ 10, 20, 50, 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ കയറില്ല, അവരവിടെ നിൽക്കും. സ്വാഭാവികമായും ഈ സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലോടും. അങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളോട് ഒരു മോശമായി പെരുമാറുന്നത്. സത്യത്തിൽ അതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. ഇവിടെ സ്വകാര്യ ബസ്സുകളുടെ വശം ആരും കാണുന്നില്ല എന്ന് ഒന്ന് പറഞ്ഞതാണ്. അതിന് കാരണം സർക്കാരാണ്, സർക്കാരിന്റെ നിലപാടുകളാണ്. ഇന്നത്തെ രീതിയിൽ നമ്മുടെ റോഡുകളിലൂടെ ഓടാൻ പറ്റുന്ന രീതിയിൽ ഒരു സമയ പുനഃക്രമം നടത്തണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുള്ളൂ. സമയക്രമം പുനഃക്രമീകരിക്കണം. പിന്നെ ചാർജുകൾ, ബസ് ചാർജുകളുടെ കാര്യത്തിൽ തീരുമാനമാകണം. സമാന്തര സർവീസുകൾ ഒഴിവാക്കണം. പൊയ്ക്കോട്ടെ, മറ്റു റോഡുകളിലും മറ്റു മേഖലകളിലും ഒക്കെ വണ്ടി വിളിച്ചു പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ബസ് യാത്രക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്ന പണി ഓട്ടോറിക്ഷക്കാരനായാലും മറ്റു ടാക്സിക്കാരായാലും ആരായാലും അതങ്ങോട്ട് ഒഴിവാക്കണം. അത് ശരിയായ പ്രവണതയല്ല. കാരണം ആ യാത്രക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഓടുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് കോഡൂരുള്ള ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി മരണപ്പെട്ടു എന്നത് വസ്തുതയാണ്. അത് ഈ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരുടെ അടികൊണ്ടിട്ടാണോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണോ, അതോ പിന്നീട് കുഴഞ്ഞു വീണ് മരിച്ചതാണോ എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ആ അടിക്കും ആ സംഭവ വികാസങ്ങൾക്കും മുമ്പ് തലക്കടിയേറ്റ മറ്റൊരു ആളുണ്ടെന്നും അതിന് കാരണക്കാരൻ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെന്നും ഇത് പരസ്പരം ഉള്ള ഒരു അടിയാണെന്നും ബഹളമാണെന്നും അതിന് കാരണം എന്താണെന്നും ചാനലുകളൊന്നും പറഞ്ഞു കണ്ടില്ല. ആ വിവരം ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് പോലെ പെരുമാറുന്നത് പോലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ചിലരൊക്കെ മോശമായി പെരുമാറാറുണ്ട്. നമ്മൾ കാണാറുണ്ട്, വീഡിയോകൾ ചിലരൊക്കെ റെക്കോർഡ് ചെയ്ത് വിടാറുണ്ട്. കാര്യമൊക്കെ ശരി, എല്ലാവരും നല്ലവരാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ സ്വകാര്യ ബസ്സുകൾ പൊതുനിരത്തിൽ ഓടുന്നത് കോടികൾ സമ്പാദിച്ചുകൊണ്ടാണ് എന്നൊക്കെ എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്ന ഈ ഓട്ടത്തിനിടയിൽ അത് സാധിക്കാതെ വരുമ്പോഴുള്ള അമർഷവും മറ്റും ഉണ്ട്. ആ അമർഷത്തിന്റെ മേലാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ അനന്തരഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൂടി പറയുമ്പോഴാണ് ഇത് പൂർത്തിയാകുന്നത് എന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. Different angles. Don't forget to subscribe and support this channel.